think the girls with their nails done now. Hi guys, ഞങ്ങളിതേ ഒരിക്കൽ കൂടി എത്തിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ദേ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു മുട്ടപ്പൊരി. 3 ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി മാത്രം മതി നമുക്കത് വെച്ചൊരു സൂപ്പർ മുട്ടപ്പൊരി. ഓക്കെ, അതിലേക്ക് ഞാൻ 3 മുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും. മുട്ട ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ 3 കൊത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാം. നിങ്ങളുടെ ഇപ്പം ഇത് മതി, കുഴപ്പമില്ല. ഒരു ടീസ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വെച്ചായാലും നിങ്ങൾക്ക് സ്പൂൺ വെച്ചായിട്ടൊക്കെ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ആ മിക്സ് ഇതിലേക്ക് യോജിക്കണം ശരിക്കും. അപ്പം നമുക്കിത് അടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ടീസ്പൂൺ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇത് അടിച്ചെടുത്തു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിൽ എണ്ണ ചൂടായിട്ട് ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കണം കേട്ടോ, അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കോരി എടുക്കാൻ വേണ്ടി എടുക്കുന്ന സ്പാച്ചിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല കുഴിയൊക്കെ ഉള്ള ഇത് എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൽ കൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ മുട്ടേനെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ നല്ല ബ്ലഫി ആയിട്ടുള്ള നല്ല മുട്ടൊക്കെ നമുക്ക് കണ്ട അതെല്ലാം പൊങ്ങി തന്നെ നോക്കി. നോക്കിയേ, നമ്മൾ മറ്റോണം ചെയ്യുമ്പോൾ ഇതേപോലെ ബ്ലഫി ആയിട്ട് കിട്ടില്ലല്ലോ. ഇപ്പം നോക്കിയേ, നല്ല ബ്ലഫി ആയിട്ട് വന്നേണ ഉണ്ടാ. ഇനിയുള്ളത് നമുക്കിത് പയ്യത് ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുക്കാം. നല്ല പൊങ്ങി വന്നേക്കണേണ്ട, നല്ല സ്പോഞ്ച് പോലെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കേ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് മറിച്ചൊക്കെ ഇടാം. പക്ഷെ ഞാനിത് അതിന് ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ ചെയ്തിട്ട് നമുക്കിത് ഈ ബാക്കിയുള്ളത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് കുറച്ച് ഇതൊക്കെ ഇരിപ്പില്ലേ, ഇത് വേവാനുണ്ട്. അതും കൂടി ഒന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ. ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വേപ്പിലയും കൂടി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ മുട്ടപ്പൊരി ഈസി ആയിട്ടുള്ള ബ്ലഫി ആയിട്ടുള്ള മുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഈസി അല്ലേ? ഇതേ 4 മണിക്കൊക്കെ നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് പലഹാരമൊന്നും ഇല്ലെങ്കിൽ ഇപ്പം ഞാനിതൊരു 4 മണിക്ക് എൻ്റെ മോള് വന്നപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുട്ട ഇരിപ്പുണ്ടായി. അവൾക്ക് ഭയങ്കര ഇഷ്ടം മുട്ട. അപ്പോൾ പെട്ടെന്ന് അധികം എരിവില്ലാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. വേണമെങ്കിൽ ഇതിൽ നമുക്ക് തക്കാളി പിന്നെ ക്യാരറ്റ് ഇതൊക്കെ ഇടാം. പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. കണ്ടില്ലേ നമ്മളത് ഒഴിച്ചപ്പോൾ. അപ്പോൾ അതേപോലെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കും. എളുപ്പത്തിൽ വളരെ എളുപ്പമാണ്. അപ്പോൾ മക്കൾക്കൊരു ചായക്കൊരു പലഹാരമായിട്ട് ഈ മുട്ട ബുൾസൈ നമ്മൾ ഓംപ്ലേറ്റൊക്കെ കൊടുക്കൂലേ, അതേപോലെ കൊടുക്കാം. മുളകൊന്നും ഞാൻ അരിഞ്ഞിടാഞ്ഞത് അതിൽ ഒഴിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് അതിന് പോകില്ലല്ലോ. മറ്റോണം ചെയ്യുമ്പോൾ ടേസ്റ്റ് കറക്റ്റ് ഇത് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.